ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിതാ ഞാനൊരു അറബിക് ഡിഷാണ്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അറബിക് ഡിഷ് ഒന്നല്ലല്ലോ, നമ്മളെ നാട്ടിലുള്ള പൊറാട്ടൊക്കെ പോലെ തന്നെ ഉണ്ടല്ലോ. സംഭവം അത് തന്നെയാണ്, പക്ഷേ ഇത് മൊറോക്കൻ ബ്രേക്ക്ഫാസ്റ്റിന് അവരുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. മിസ്മൻ എന്ന് പറയും. നമ്മുടെ മലബാറുകാരുടെ കണ്ണച്ചത്തിരില്ലേ, അതിനെ ഒന്നുകൂടിയൊക്കെ ഒന്ന് നല്ലോണൊക്കെ തലോടിച്ചെടുത്തുണ്ടാക്കുന്ന ഒരു ഇത്. നമ്മളെ പൊറാട്ടന്റെ ഒക്കെ ഏകദേശം ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പൊറാട്ട ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ലെയർ പോലെ ഉണ്ടാവും, നമ്മളെ കണ്ണച്ചത്തിരി ഒക്കെ പോലെ തന്നെ. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, നമുക്ക് ഇതിങ്ങനെ ലെയറായിട്ട് കിട്ടും. നമ്മളെ പൊറാട്ട റൗണ്ടിലെ ലെയറാണ്, ഇതിങ്ങനെ അട്ടി കണ്ടോ. ഇത് രസമല്ലേ കാണാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. കണ്ടോ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. നമ്മുടെ മുസമ്മൻ ഉണ്ടാക്കാൻ, മുസമ്മൻ നമുക്ക് നമ്മളെ കണ്ണച്ചൊത്തിരിയോ അല്ലെ നമ്മളെ പറാത്ത എന്നൊക്കെ പറയട്ടോ. അവര് അറബിയില് മൊറോക്കക്കാര് പറയുന്നത് മുസമ്മൻ എന്നാണ്. അപ്പൊ അതാ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ടേ. ഈ 2 കപ്പ് മൈദയിലേക്ക് ഞാനൊരു 1/4 കപ്പ് നമ്മുടെ റവയുടെ ചേർത്ത് കൊടുക്കുകയാണേ. ഈ റവ തരി ഭയങ്കര നൈസായിട്ടുള്ള തരിയുള്ള റവ എടുക്കാൻ ശ്രമിക്കുകയാണെ, അതാകുമ്പോൾ ഒന്നുകൂടി നന്നാവും. ഇതിപ്പോ നോർമൽ റവ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുന്നു. പിന്നെ ഇതാ ഒരു 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആണേ. 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലും. ഇത് സൺഫ്ലവർ ഓയിൽ ആയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതും ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഈ പൊടിയിൽ നമ്മളെ മൈദയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിൽ നമ്മുടെ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ മൈദേന്റെ കൂട്ട്. ഇനി ഇതാ ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴക്കണം. ആദ്യം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നോക്കി കുഴക്കാം കേട്ടോ. അത് ഇതാ കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഞാൻ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ നമ്മളെ പൊടിയൊക്കെ. അപ്പൊ അതപ്പോ കൈമേൽ ഒട്ടുന്ന രീതിയിലുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ് കിട്ടിയത്. ഇനി നമ്മളിത് ഒരു കൗണ്ടർ ടോപ്പിലോ കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ട് ഇത്തിരി ഓയിൽ വേണേ ഓയിൽ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല കൈമേൽ ഒട്ടാത്തൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റണേ. ഇത് ഭയങ്കര ഒട്ടാണ്, ഇത്തിരി കൂടി വേണേ മൈദപ്പൊടി ഇത്തിരി കൈമ കൂട്ടാം, അല്ലെ കൗണ്ടർ ടോപ്പിൽ ഇടാം. പിന്നെ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ കൂട്ടിയാൽ മതി കേട്ടോ. ഇതാ നേരത്തെ സ്റ്റിക്ക് ഒക്കെ ആയത് ഞാൻ കുഴച്ച് ഒരു 10 മിനിറ്റ് 12 മിനിറ്റോളം കുഴച്ചിട്ടോ. ഇപ്പൊ കണ്ടോ, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നേ ഇല്ല. ഈ ഒരു രൂപത്തിൽ നല്ലോണം എത്രത്തോളം പറ്റൂ അത്രയും കുഴച്ചെടുക്കണേ. ഇനി നമുക്കിത് മിനിമം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ പറ്റെങ്കിൽ ഒരു കുഴപ്പമില്ല, നന്നാവുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കെ ഞാൻ കുറച്ചൊരു ഓയിലൊന്ന് തടവി കൊടുക്കണ്ടേ. എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു തുണി ഇട്ടിട്ട് അടിച്ചിട്ട് പിന്നെ ഒരു പ്ലേറ്റോ അല്ലെ ഒരു ചെറിയ മൂടിയോ കൊണ്ട് അടിച്ചു വെക്കാം. ഇതുപോലെ ഒരു തുണി മേലിട്ട് അടിച്ചിട്ട് പിന്നെ ഒരു മൂടിയോട് ഇട്ട് അടിച്ചേട്ടെ. ഞാനിത് 1 മണിക്കൂർ ഇവിടെ മാറ്റി വെക്കട്ടെ. അപ്പൊ ഇതാ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തുറക്കാം. ഞാൻ എന്താ ഇവിടെ കട്ടിംഗ് പലക വെച്ചിട്ട് അതിന്റെ മേലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണേ. നേരത്തെ ഓയിൽ ഇതിന്റെ മുകളിലുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഓയിൽ എടുക്കട്ടോ. ഒന്നുകൂടെ കുഴച്ചെടുക്കുമ്പോ ഇതാ ഒന്നുകൂടെ കുഴച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടേ നീളത്തില്. ഇനി നമുക്കിതൊന്ന് ഈക്വലായിട്ട് കട്ട് ചെയ്യാം. ഇപ്പൊ ഇതാ ഒരു 8 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് കൈ വലിച്ചിട്ട് ഒന്നുകൂടി കുഴച്ച് നമുക്കൊരു ബോള് പോലെ ആക്കി ഇതാ ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ ബോളിട്ടാക്കുന്ന പോലെ തന്നെ. ഇതാ ഞാൻ ഇത്തിരി എണ്ണ തടവിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ആക്കി വെച്ചു കൊടുക്കട്ടെ. ഇതാ എല്ലാതും ഞാൻ ഈ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടി ഓയിൽ ഒന്ന് മേലെ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ്. ഇനി നമ്മൾ ഇതൊന്ന് ഒരു 1/2 മണിക്കൂർ അടിച്ചു വെക്കാൻ പോവാണേ. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്ലൈ ചെയ്ത് ആ ഒരു കറക്റ്റ് സോഫ്റ്റ്നെസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇതാ നമ്മുടെ ഇത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം.
ഇനി ഇതാ കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതാ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതാ ഞാൻ നന്നായിട്ട് പറ്റുന്നിടത്തോളം നല്ല നേർമേൽ പരത്തിയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇത് ഓയിലും നെയ്യൂടി മിക്സ് ചെയ്ത് വെച്ചാണ്. ഓയിൽ മാത്രം എടുക്കാം, നെയ്യ് മാത്രം എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചാണ്. ഇത് കുറച്ചിൻ്റെ മേലെ ആക്കി കൊടുക്കാം. ഇത്തിരി മതിട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് കൈവെച്ച് തേച്ച് കൊടുക്കാം. അതേപോലെ ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്നത്. അതേ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ഇതിൻ്റെ മേലെ നമുക്ക് തൂവി കൊടുക്കാം. അരിപ്പൊടി തൂവി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ മടക്കി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ മേലെ ഒരു തിരിയൂടി ഒന്ന് ഓയിൽ നമുക്ക് തടവി കൊടുക്കേ. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒരു ഇത്തിരി അരിപ്പൊടിയും. എന്നിട്ട് ഇനി ഈ സൈഡിൽ നിന്ന് ഇതേപോലെ അങ്ങോട്ടേക്കും ഇതാ കണ്ടോ, ഇതേപോലെ എല്ലാം ഒന്ന് എടുത്ത് പരത്തി മടക്കി വെക്കട്ടെ. അപ്പൊ അതാ ഞാൻ എല്ലാം പരത്തി എടുത്തു. അതുപോലെ കണ്ടോ. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നമ്മൾ പൊറാട്ട ഒക്കെ ചെയ്യുന്ന പോലെ, പൊറാട്ടന്റെ അതേപോലെ തന്നെ അതിന്റെ ഷേപ്പിലും നമ്മുടെ ലെയറിലും ഒക്കെ ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഓരോന്ന് കൈ വെച്ചിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇവിടേക്ക് ഇട്ടിട്ട് അവിടെ എണ്ണ തിരി തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്നൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അങ്ങനെ എല്ലാ ഭാഗത്തോക്കും ഒരു സ്ക്വയർ രൂപത്തിലേക്ക് കിട്ടും. രണ്ട് ഭാഗവും കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് തന്നെ ആയിക്കോളൂ. കണ്ടോ, ഇതേ രൂപത്തിൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ആവുന്നതിനനുസരിച്ച് ചുട്ടും എടുക്കാം കേട്ടോ. ഇതിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഇതിന്റെ മേലെ ഇത്തിരി എണ്ണ ആക്കണേ. ഇനി ഇതാ ഞാനൊരു തവ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാണ്ട് ചൊത്തിരിയൊക്കെ ചുട്ടെടുക്കും പോലെ നമുക്ക് ചുട്ടെടുക്കേ. എണ്ണ ഓയിലൊക്കെ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കേ. ഇട്ടൊന്ന് ചൂടായി ചെറിയ അടി നമുക്ക് മനസ്സിലാവും. ചെറിയൊരു ബബിൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ പൊന്തി വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് രണ്ട് ഭാഗവും വേവിച്ചെടുക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ നന്നായിട്ട് നമ്മള് ലെയറൊക്കെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പൊ അങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ട് വേവിച്ച് മൊരിയിച്ചെടുക്കാം കേട്ടോ. കണ്ടോടാ. അപ്പൊ എല്ലാരും കണ്ടല്ലോ, നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചൂടോടാണെ ഒന്നും വേണ്ട ഇതിന്റെ കൂടെ. ചൂടൊക്കെ തന്നെ എന്തെങ്കിലും ചെറിയ കറിയോ അല്ലെങ്കിൽ ഇത്തിരി നെയ്യ് തടവിയാലോ ബട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതി കേട്ടോ, ഇത്തിരി ഒന്ന്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെ പൊറാട്ടന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ ഷേപ്പിലൊക്കെ ഒരു വ്യത്യാസം എന്നല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞോണ്ട് തന്നെ നമ്മളെ കണ്ണച്ചുവത്തിരിന്റെ ഒന്നുകൂടി നന്നാക്കിയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഗസ്റ്റ് വരുമ്പോ ഒക്കെ ഉണ്ടാക്കാം. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.